നമസ്കാരം. പിണറായി സർക്കാരിനെ കടന്നാക്രമിക്കുന്നതിൽ മനോരമ മാത്രമല്ല, മാതൃഭൂമിയും ഒരുപാട് മുൻപന്തിയിലാണ്. അവർ പുറത്തുവിടുന്ന കാർട്ടൂണുകൾ കണ്ടാൽ തന്നെ അറിയാമല്ലോ, ഏതോ സംഗീതന്മാരാണ് അവരുടെ കാർട്ടൂണിസ്റ്റുകൾ. ഇന്നലെയും ഒരു ഗംഭീര കുത്തിത്തിരിപ്പ് വാർത്ത അവരുടെ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. വാർത്ത ഇങ്ങനെയാണ്: മൃതദേഹത്തോട് ആദരവില്ലാത്ത പോലീസ് ആ ഇന്ദിര എന്ന് പറയുന്ന കാട്ടാന ചവിട്ടിക്കൊന്ന സ്ത്രീയുടെ മൃതദേഹം നീക്കുന്ന ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ജനങ്ങൾ എത്ര മനോഹരമായാണ് മാതൃഭൂമി പറ്റിക്കുന്നത്. ആർക്കാണ് ആദരവില്ലാത്തത്? ആദരവില്ലാത്തത് പ്രതിപക്ഷത്തിനാണ്. മാതൃഭൂമി അത് റിപ്പോർട്ട് ചെയ്തു വന്നപ്പോൾ ആദരവില്ലാതായത് പോലീസിനായി മാറി. പോലീസിന് ആദരവില്ലാതായി മാറി എന്ന് വരുമ്പോഴാണല്ലോ പിണറായി സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും പ്രതിസ്ഥാനത്ത് നിർത്തി കടന്നാക്രമിക്കാൻ കഴിയുകയുള്ളൂ. ഇനി ഈ ക്യാപ്ഷൻ കണ്ട് ഇത് പിണറായി വിജയൻ പറഞ്ഞു ജയിപ്പിച്ചതാണ്, അല്ലെങ്കിൽ പോലീസ് അങ്ങനെ ചെയ്തു എന്ന് ആരെങ്കിലും ഒക്കെ അങ്ങ് വിശ്വസിക്കുകയാണെങ്കിൽ ഈസി ആയല്ലോ എന്ന് മാതൃഭൂമിയും കരുതി കാണും. എന്നാൽ വാസ്തവം എന്താണ്? വാസ്തവം മറ്റൊന്നാണ്. അതായത് ഇന്ദിര എന്ന് പറയുന്ന സ്ത്രീയെ കാട്ടാന ചവിട്ടി കൊല്ലുന്നു. ഈ കാട്ടാന ചവിട്ടിക്കൊന്ന സ്ത്രീയുടെ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് ഇൻക്വസ്റ്റ് നടപടി പോലും കഴിയുന്നതിന് മുമ്പ് ബന്ധുക്കൾ പോലും അറിയാതെ, അവരുടെ പോലും അനുവാദമില്ലാതെ, കേവലം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പ്രതിപക്ഷം അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോവുകയാണ്. പൊരി വെയിലത്ത് കൊണ്ടുപോയി വെക്കുന്നു. മൃതദേഹത്തോട് അനാദരവ് കാണിക്കുന്നു. അത് ചോദ്യം ചെയ്യാനാണ് പോലീസ് അവിടെ എത്തുന്നത്. പോലീസ് അവിടെ എത്തിയപ്പോൾ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും മാത്യു കുഴൽനാടനും ഡീനുമൊക്കെ പോലീസിനോട് തട്ടിക്കീറി, അസഭ്യം പറഞ്ഞു. അവിടെ പോലീസ് വാഹനം അടിച്ചു തകർത്തു. ഇതാണ് സത്യത്തിൽ സംഭവിച്ചത്. മൃതദേഹത്തോട് ആദരവ് കാട്ടിയവർ മാതൃഭൂമി പത്രത്തിലെ വാർത്തയിലായി വന്നപ്പോൾ അനാദരവ് കാട്ടിയവരായി മാറി. എന്നാൽ മൃതദേഹം എടുത്ത് പൊരിവെയിലത്ത് കൊണ്ടുപോയി കേവലം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പ്രതിഷേധിച്ച പ്രതിപക്ഷമാകട്ടെ മനോരമയ്ക്ക് ശരിപക്ഷത്താണ്. അതാണത്രേ മാതൃഭൂമിയുടെ ആദരവ്. ഇങ്ങനെ ഒരു തലത്തിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ മാറിക്കഴിഞ്ഞു. കടുത്ത പിണറായി വിരുദ്ധത, കടുത്ത PR വർക്ക്, അതിന് നടുവിലാണ് ഒരു സർക്കാർ ഇതിനെയെല്ലാം ചെറുത്തു തോൽപ്പിച്ച് ഭരണം നടത്തുന്നത്. ഇവരുടെ പച്ചക്കള്ളങ്ങൾ കണ്ടുമടുത്തവർ സത്യത്തിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ, മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ ഉളുപ്പില്ലേ എന്ന് മുഖത്ത് നോക്കി ചോദിക്കുകയാണ്. അങ്ങനെ ചോദിക്കുന്നവരെ തെറ്റു പറയാനും പറ്റില്ല. ഇന്നിൻ്റെ കാലത്തെ മാധ്യമ പ്രവർത്തനം ഇങ്ങനെയൊക്കെ ആണടോ എന്ന് പറയാതെ വയ്യ. ഈ കാട്ടാന ചവിട്ടിക്കൊന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ആ കുടുംബത്തിന് സർക്കാർ വേണ്ട സഹായങ്ങൾ ചെയ്യാൻ വേണ്ടിയാണത്രേ ഞങ്ങൾ പ്രതിഷേധം നടത്തിയതെന്നൊക്കെയാണ് സതീശനും കൂട്ടരും അവകാശപ്പെടുന്നത്. എന്നാൽ വാസ്തവം മറ്റൊന്നാണ്. സർക്കാർ വേണ്ട സഹായങ്ങൾ ആ കുടുംബത്തിന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. തങ്ങൾക്ക് സർക്കാർ വേണ്ട സഹായങ്ങൾ ചെയ്തു തന്നു എന്ന് പറഞ്ഞത് ഇന്ദിരയുടെ ഭർത്താവാണ്, രാമകൃഷ്ണനാണ്. പക്ഷേ ആ വാർത്ത മാധ്യമങ്ങൾ മനഃപൂർവ്വം മുക്കി. അതാരും അറിയരുത് എന്ന് മാധ്യമങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ അത് വാർത്തയാക്കിയില്ല. പ്രതിഷേധവും DCC പ്രസിഡന്റിന്റെ അറസ്റ്റും മാത്യു കുഴൽനാടന്റെ അറസ്റ്റും ഒക്കെയാണ് അവരുടെ വാർത്തകൾ. അവരെ വേട്ടയാടുകയാണെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. മനഃപൂർവ്വം ഒരു പ്രശ്നമുണ്ടാക്കി, കോതമംഗലത്ത് സംഘർഷാവസ്ഥയുണ്ടാക്കി, ഇവിടുത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടി ഒരു പറ്റം ക്രിമിനൽ മൈൻഡുള്ള ചില രാഷ്ട്രീയ നേതാക്കൾ ശ്രമം നടത്തുമ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടത്, ക്രമസമാധാന നില ഇവിടെ തകരാതെ നോക്കേണ്ട പോലീസാണ്. അവർ അവരുടെ കർത്തവ്യം നിറവേറ്റി. ആ കർത്തവ്യം നിറവേറ്റിയപ്പോൾ അത് മാധ്യമങ്ങൾക്ക്, മാപ്രകൾക്ക് വേട്ടയാണ്, പോലീസ് രാജാണ്. എന്തായാലും ഇത്തരത്തിൽ ജനങ്ങളെ കബളിപ്പിച്ച് എത്ര നാൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും? DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ ഇന്നലെ പോലീസ് പൊക്കിക്കൊണ്ടുപോയ കാഴ്ച നമ്മൾ കണ്ടതാണല്ലോ. കക്കൂസിൽ ഓടി ഒളിച്ച DCC പ്രസിഡന്റിനെ പോലീസ് തൂക്കിയെടുത്താണ് ജീപ്പിൽ കയറ്റിയത്. സതീശൻ അത് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ വിവരിക്കുന്നത് എങ്ങനെയാണ്? പോലീസ് ജീപ്പിലിരുത്തി ഷിയാസിനെ ചുമ്മാ കറക്കുകയായിരുന്നു അത്രേ. അവിടുന്ന് നേരെ കൊണ്ടുപോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. മജിസ്ട്രേറ്റിന് മുമ്പിൽ രാത്രി തന്നെ അവരെ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഇപ്പോൾ സതീശൻ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് അടിക്കുന്ന ഗീർവാണം കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. ഒരു DYSP ഒരാളും മർദ്ദിച്ചിട്ടില്ല, വെറുതെ പറയാണ്.
അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളപ്പം ഉണ്ടായപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളി കാണും. പോലീസായിട്ട് ഉന്തും തള്ളലൊക്കെ ഉണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളലുണ്ടായി. ഏത് DYSP ആണ്, ആരാണ് മർദ്ദിച്ചത്? ഒന്നും ഉണ്ടായിട്ടില്ല. മനസ്സിലായേ? പിന്നെ തെറിയഭിഷേകം. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് പടിവാതിക്കലെത്തി നിൽക്കുന്നത്. ഇത്തവണ ജനങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കാൻ, ജനങ്ങളുടെ മുമ്പിൽ പറയാൻ, ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പ്രത്യേകിച്ച് UDFന്റെ കയ്യിൽ ഒന്നും തന്നെയില്ല. വട്ടപൂജ്യമാണ്. എന്നാൽ ജനങ്ങൾക്കാകട്ടെ UDF MP-മാരോട്, സ്ഥാനാർത്ഥിമാരോട് ചോദിക്കാൻ നിരവധി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുടെ മുമ്പിൽ അവർക്ക് ഉത്തരമുണ്ടാകില്ല എന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഇപ്പോൾ ചില ഗിമ്മിക്ക് നമ്പറുമായി ഇറങ്ങിയിരിക്കുകയാണ്. മരിച്ച ചാത്തൂട്ടി ഞങ്ങളുടെ ആളാണ് എന്ന് പറഞ്ഞാണ് കോൺഗ്രസ് ഇറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, നമ്മുടെ വെറ്റിനറി സർവകലാശാലയിൽ ആത്മഹത്യ ചെയ്ത സിദ്ധാർത്ഥിന്റെ മരണം. ആ മരണത്തിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന പ്രതിപക്ഷത്തെ. അവസാനം ഇതൊക്കെ ആ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട പ്രതികളിൽ ഒരു കോൺഗ്രസ് നേതാവിന്റെ മകനുണ്ടായിരുന്നു. ആ മകനെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ ഈ പ്രതിപക്ഷം മറുകണ്ഠം ചാടി. അപ്പോൾ കിട്ടിയ വാർത്തയാണ് ഇപ്പോൾ കാണുന്ന ഇന്ദിരയുടെ ഈ മരണം. പിന്നെ ഇന്ദിരയെ പൊക്കിപ്പിടിച്ചായി ഇവരുടെ ജനങ്ങളുടെ മുമ്പിലുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയം. എത്രത്തോളം പ്രഹസനപക്ഷമായി മാറുകയാണ് ഇവിടുത്തെ പ്രതിപക്ഷമെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ചൂട്ടുപിടിച്ച് എരുതിയിലേക്ക് എണ്ണയൊഴിച്ച് കുത്തിത്തിരിപ്പ് വാർത്തകൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മാതൃഭൂമിയും മനോരമയും ഒക്കെ മുൻപന്തിയിൽ തന്നെയുണ്ട്. അവർ സത്യത്തിന് നേരെ കണ്ണടച്ച് കള്ളം പ്രചരിപ്പിക്കുകയാണ്. കള്ളത്തരം പ്രചരിപ്പിക്കലാണ് ഇന്നിൻ്റെ മാധ്യമ പ്രവർത്തനമെന്ന് അവർ പറയാതെ പറയുകയാണ്. പക്ഷേ ഞങ്ങൾ നിഷ്പക്ഷരാണ്, ഞങ്ങൾ സത്യം മാത്രം പറയുന്നവരാണ് എന്നൊക്കെയാണ് ഇവരുടെ ടാഗ് ലൈനുകളിൽ സൂചിപ്പിക്കുന്നത്. എന്തുമാകട്ടെ, വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം നേരിടാൻ പോകുന്നത് കനത്ത വെല്ലുവിളികളാണ്. നാടൻപാട്ടുകാരിയും നാടൻപാട്ടുകാരി അല്ലാത്തവരുമൊക്കെ ഇവിടുന്ന് ജയിച്ച ലോക്സഭയിൽ ചെന്നപ്പോൾ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തില്ല. ഇന്ന് കാണുന്ന വന്യജീവി ആക്രമണത്തിൽ പോലും ഒരു പ്രതിരോധം തീർക്കാൻ, കേന്ദ്ര സർക്കാരിനോട് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പദ്ധതി ആവിഷ്കരിക്കാൻ പോലും വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഈ MP-മാർക്ക് കഴിഞ്ഞില്ല. കേരളം വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതി അവിടെ അവതരിപ്പിച്ചപ്പോൾ അത് കേന്ദ്രം തിരസ്കരിച്ചപ്പോൾ അത് നടപ്പിലാക്കണമെന്ന് പറയാൻ പോലും കഴിയാതെ പോയ, പറയാൻ പോലും ആർജവം കാണിക്കാത്തവരാണ് UDF MP-മാർ. കേന്ദ്രം കേരളത്തിനോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ജന്തർ മന്ദറിൽ LDF ഒരു സമരം നടത്തിയപ്പോൾ അതിൽ സഹകരിക്കില്ല എന്ന് പറഞ്ഞവരാണ് ഈ UDF MP-മാർ. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇക്കുറി അവർക്ക് തക്കതായ മറുപടി കൊടുക്കുമെന്ന് സതീശനും സുധാകരനും ഒക്കെ അറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ വൈകുന്നത് പോലും അവരുടെ ഭയം കൊണ്ടാണ്. കനകോല് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പല UDF MP-മാർ അതേ സീറ്റിൽ തന്നെ നിന്നാൽ 8 നിലയിൽ പൊട്ടുമെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. കഴിഞ്ഞ തവണ എങ്ങനെയോ ജയിച്ച് ലോക്സഭയിലേക്ക് പോയി. എന്നിട്ട് എന്തെങ്കിലും പെർഫോം ചെയ്യാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഒരാൾക്കും പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഞങ്ങൾ ഇത്ര കോടി രൂപ ഞങ്ങളുടെ മണ്ഡലത്തിന് വേണ്ടി ചിലവഴിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറെ ഗിമ്മിക്ക് നമ്പറുമായി MP-മാർ ഇറങ്ങിയിട്ടുണ്ട്.